CPM-ന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICC-യുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചിരുന്നു. അത് മാധ്യമങ്ങളും സമ്പാദിച്ച് ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുന്നയിച്ചിരുന്ന കാര്യം സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് എതിരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ ബ്ലോക്ക് സംഘടിപ്പിക്കുന്നതിന് CPIM വളരെയധികം സംഭാവന ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പരസ്പരം ചില സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം വിമർശിക്കുമ്പോൾ വിമർശനം നടത്തുമ്പോഴും പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവർ വിമർശനങ്ങൾ നടത്താൻ. അതാണ് പറഞ്ഞത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഭിന്നിപ്പുണ്ട് ഇന്ത്യ ബ്ലോക്കിൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഒരു പ്രചാരണം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം CPM BJP ഡീൽ എന്ന് മറുതലക്കലിൽ ഖാർഗെ പറയുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഇതിൽ ഇതുവരെ ഒരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ RSSനെയും BJPയെയും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും തടയാനും നേരിടാനും CPIM-നോളം പൊരുതിയിട്ടുള്ള അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അത്തരമൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPM-ഉം BJP-യുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.